6 honest wives and 1 husband. ഞാൻ ആ വിശ്വസ്തരായ ഭാര്യമാരെ ഒരു ഹസ്ബൻഡിനെ കൂടെ വന്നു. ഒന്നിനെ തന്നെ വെക്കാൻ പറ്റില്ല. അപ്പോഴാണ് 6 ഭാര്യമാരെ ഞാൻ കൂടെ വന്നു. ആ 6 ഭാര്യമാർ പറയുന്നതാണ് വാട്ട് അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു നോക്കാം. എന്താണ് കോഴ്സാണോ, ജോലിയാണോ, ഫ്യൂച്ചറാണോ? അല്ലേ? ആണ്. എന്റെ മുഖത്ത് ഡിപ്രഷൻ വരുന്ന അതേപോലെ ആഗ്രഹമില്ല. ഓക്കെ, കരിയർ എന്ന പറയുന്ന മുമ്പിലേക്ക് വളരെ സ്മാർട്ടായ ഒരാളാണ്. സ്മാർട്ടായെന്ന് പറഞ്ഞാൽ ഞാൻ കൊള്ളാം എന്ന് തോന്നുന്ന ഒരാളാണ്. ഒരു ആക്ടിവിറ്റി ഇവിടെ ചെയ്യിക്കാം, എന്നിട്ട് കരിയറിലേക്ക് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കൊള്ളാം, ഞാനല്ല, ഞാൻ കൊള്ളാം എന്ന് തോന്നുന്നതാണ് ഞാൻ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പറ്റില്ല, ഞാൻ കൊള്ളാമല്ല, നിങ്ങൾ കൊള്ളാം, നിങ്ങൾ ആർക്കെങ്കിലും സ്വയം കൊള്ളാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വരാം. ഓക്കെ, അയാൾ വന്നു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് നമ്മളൊരു ആക്ഷൻ ചെയ്യിപ്പിക്കും. ചെയ്യിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമുക്ക് സെഷനിലേക്ക് വരാം. ഓക്കെ, പെട്ടെന്ന് വരാം. 1 മുതൽ 3 വരെ ഞാൻ എണ്ണാം. അത് കഴിഞ്ഞ സാറിന് എണ്ണാൻ അറിയില്ലേ? 3 വരെ എണ്ണാം. ആ 3-നുള്ളിൽ പെട്ടെന്ന് വന്നേക്കാം. ഓക്കെ, 1 2 3. ആരാണ് ആദ്യം വരുന്നത്? എനിക്ക് ഇങ്ങോട്ട് വരാനുണ്ട്. ഓക്കെ, വീട്ടിലെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, കയ്യുന്നുണ്ട്, വൈകിട്ടുണ്ട്. അപ്പോൾ വളരെ സ്മാർട്ട് ആയതുകൊണ്ടാണ്, കൊള്ളാൻ എന്ന് തോന്നുന്നത് കൊണ്ടാണ് വന്നത്. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ചെയ്യിക്കാൻ പറ്റുന്ന ഒരുപാട് പരിപാടികളുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, കേരള നടനം, ഓട്ടത്തുള്ള, ചാക്യാർകൂത്ത്. കൊള്ളാൻ എന്ന് തോന്നുന്നതാണ്. ഇനി എന്തെങ്കിലും വേണ്ട, നല്ല നാടൻ കലകളുണ്ട് വയനാട്ടിൽ. കൊതുകിനെ പിടിക്കാൻ, അവരെ പിടിക്കാനൊക്കെ പറഞ്ഞിട്ടുള്ള നാടൻ കലകൾ. ഈ നാടൻ കലകളൊന്നും അറിയില്ല. എന്തിനും തയ്യാറാണ്. ഓക്കെ, തയ്യാറായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ തയ്യാറായി വരുന്ന ഒരാൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കും? ആ കയ്യിന് അതായത് കൊടുത്ത്. അപ്പോ ഇത് ഈ കയ്യിൽ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്നതാണ്, പക്ഷെ ഞാൻ കൊടുക്കുന്നത് ഇതാണ്.